ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും southernmenu സ്വാഗതം. ഞാൻ നീതു. അപ്പോൾ ഇന്ന് southernmenu ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എന്ന് പറയുമ്പോൾ നീർദോശയാണ്. അതായത് നീരു ദോശ. നീരു ദോശ ഒരു കർണാടക റെസിപ്പിയാണ്. ഇവിടെ മാംഗ്ലൂർ സൈഡിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ദോശയാണിത്. മാംഗ്ലൂർ മാത്രമല്ല, കർണാടക മുഴുവനായിട്ടുള്ള റെസിപ്പി തന്നെയാണ്. അപ്പോൾ പച്ചരി വെച്ചിട്ടാണ് ഇത് സാധാരണ ഉണ്ടാക്കുന്നത്. അപ്പോൾ നീരുദോശ ഉണ്ടാക്കാൻ പച്ചരി മാത്രം മതി. ശരിക്കും തേങ്ങയുടെ ആവശ്യമില്ല. പച്ചരിയും ഉപ്പും മാത്രം ചേർത്തിട്ടാണ് അവർ ഒത്തൻറ്റിക്കായിട്ട് ഉണ്ടാക്കുന്ന നീർദോശ. പക്ഷെ ചിലപ്പോൾ അതൊരു കട്ടിയായി പോകാൻ ചാൻസ് ഉണ്ട്. അതായത് ഒരു ക്രിസ്പി ആയിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്, കുറച്ച് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. ഒന്നുകിൽ നമുക്ക് തേങ്ങ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചോറ് എടുക്കാം. ഇതിലേത് വേണമെങ്കിലും എടുക്കാം. അത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ അവലുണ്ടെങ്കിൽ അതും എടുക്കാം. അവരൊന്ന് കുതിർത്ത് വെച്ചിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് അരച്ചാൽ മതിയാവും. അപ്പോൾ എന്തായാലും ഞാനിവിടെ തേങ്ങ ചേർത്തിട്ടാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഏകദേശം 1 കപ്പ് പച്ചരി ഉണ്ട്. ഞാനിത് തലേദിവസം രാത്രി കുതിർത്ത് വെച്ചതാണ്. നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ തേങ്ങ ഏകദേശം ഒരു 1/2 കപ്പ് തേങ്ങ ഉണ്ടാവും. അപ്പോൾ അത് രണ്ടും കൂടി ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ അരി ഒരു മിക്സി ജാറിലേക്ക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർക്കാം. ഇപ്പോൾ ഈ നീർദോശേൻ്റെ വേറെ ഒരു വെറൈറ്റി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ മലബാറിലെ പച്ചരിയുടെ ദോശയുണ്ട്. അപ്പം പലർക്കും ഇപ്പോൾ അറിയാവുന്നുണ്ടാവും പച്ചരിയുടെ ദോശ. അപ്പോൾ പച്ചരിയുടെ ദോശ എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ ഞങ്ങൾ വേറെ കുറച്ചും കൂടെ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് സാധാരണ ദോശ ഉണ്ടാക്കുന്നത്. അത് പല റീജിയനിലും പല തരത്തിലാണ് ഉണ്ടാക്കി കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ കാസർഗോഡിലെ ഒരു ഭാഗത്ത് ഉണ്ടാക്കുന്ന പോലെയല്ല വേറൊരു ഭാഗത്ത് ഉണ്ടാക്കുന്നത്, അതുപോലെയല്ല കണ്ണൂർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറിയ ഇൻഗ്രീഡിയൻസിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ഇന്ന് നീർദോശ ഉണ്ടാക്കാം. പച്ചരിയുടെ ദോശ നമുക്ക് പിന്നീട് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ പറയാം. വേറൊരു ദിവസം ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ചുകൂടി ഉപ്പും കൂടെ ചേർക്കാം. ഇതിപ്പോൾ കല്ലുപ്പായതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൊടിയുപ്പാണെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതെന്ന് നോക്കിക്കേ, ഞാൻ അരി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരയണം. ഇതിൻ്റെ തരികളൊന്നും ഉണ്ടാവാൻ പാടില്ല. അത് മാത്രമല്ല, കുറച്ച് വെള്ളം അധികമായാലും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മളിത് വെള്ളം ഒഴിച്ചിട്ട് ഡയലൂട്ട് ചെയ്യാനാണ് പോകുന്നത്. പിന്നെ നമുക്കിതൊന്ന് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരി നമ്മൾക്ക് ഒരു പാത്രത്തിലേക്ക് എടുക്കാം. അപ്പോൾ ഞാൻ മുഴുവൻ ബാറ്ററും ഞാൻ എടുത്തിട്ടില്ല. ഞാനതിന് കുറച്ച് പാട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ, നമുക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ബാക്കി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഇതിന് പ്രത്യേകിച്ച് ഇനി അളവൊന്നും നോക്കാനില്ല. ജസ്റ്റ് ഇതൊന്നിലൊന്ന് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് ഡയലൂട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത്രയൊക്കെ വെള്ളം ഒഴിക്കണമെന്ന് നമുക്ക് തോന്നും, പക്ഷെ വേണം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഉപ്പ് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ ഇതുപോലെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ തവിയുടെ പുറകിൽ ഒട്ടി പിടിക്കാൻ പാടില്ല. അതാണ് അതിൻ്റെ പരുവം. ഇത് ഏകദേശം നന്നായിട്ട് ഡയല്യൂട്ടായി വന്നിട്ടുണ്ട്. ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ പേര് തന്നെ നീരുദോശ എന്ന് വന്നത്. ഇതാണ് ഇതിൻ്റെ ബാറ്റർ. പിന്നെ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കാം. ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെതാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇരുമ്പിൻ്റെ പാനിലാണ് സാധാരണ നീർദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതേപോലെ കല്ലിൻ്റെ ദോശക്കല്ലാണെങ്കിലും നല്ലതാണ്. അപ്പോൾ അടുപ്പൊക്കെ ഉണ്ടെങ്കിൽ, നമ്മൾ വിറകടുപ്പുണ്ടെങ്കിൽ അതിൻ്റെ കനലുണ്ടാവുമല്ലോ, ആ കനലിൽ ചുടുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നന്നായിട്ട് കിട്ടും ആ ഒരു സമയത്ത്. വിറകടുപ്പ് വെച്ചിട്ട് കനലിൽ ചെയ്യുവാണെങ്കിൽ. ഇപ്പം നമുക്കതിനുള്ള സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. പാൻ ഇനി ഒന്ന് ചൂടാവണം. ഇപ്പോൾ ഒരുപാട് അതായത് ഭയങ്കരമായിട്ട് ഹൈ ഹീറ്റ് ആവാൻ പാടില്ല. അതേപോലെ തന്നെ പാൻ ഒട്ടും ചൂടാവാതിരിക്കാനും പാടില്ല. അപ്പോൾ പാൻ ശരിക്കും ചൂടായില്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നീർദോശ ഒഴിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഹോൾസ് വരില്ല. അതേപോലെ ഹൈ ഹീറ്റിലാണെങ്കിൽ നമുക്കത് സ്പ്രെഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് തവി വെച്ചിട്ടൊന്നും സ്പ്രെഡ് ചെയ്യരുത്, നമ്മൾ ഒഴിക്കുക തന്നെ വേണം. അപ്പോൾ ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. അങ്ങനെയാണ് സാധാരണ നീർദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ പാന് കറക്റ്റായിട്ട് ചൂടാവണം. ഏകദേശം ഒരു മീഡിയം ഹീറ്റ് ആവണം. അതായത് നമ്മുടെ ഹോൾസ് വരെയും വേണം, അതേപോലെ നമുക്ക് ചുറ്റിക്കാനും പറ്റണം. ആ ഒരു രീതിയിൽ വേണം നമ്മൾ പാൻ ചൂടാക്കി എടുക്കാൻ. അതേ ഹീറ്റ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാം. അപ്പോൾ നമ്മൾ ഇരുമ്പിൻ്റെയൊക്കെ ആണെങ്കിൽ
ആദ്യം ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയാവും, പിന്നെ ആ ഹീറ്റ് അതുപോലെ അങ്ങ് നിൽക്കും. അതുകൊണ്ട് ഇരുമ്പിൻ്റെ പാനിലാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നീർദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് കല്ലിൻ്റെ ദോശക്കല്ലാണെങ്കിലും. എൻ്റെ കയ്യിൽ ദോശക്കല്ലുണ്ട്, പക്ഷെ വളരെ ചെറുതാണ്. അപ്പോൾ നീർദോശ ഇച്ചിരി വലുതായിട്ട് നമ്മൾ ചെയ്യുമ്പോഴായിരിക്കും കറക്റ്റായിട്ട് വരിക. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ദോശക്കല്ല് വളരെ ചെറുതാണ്, അതുകൊണ്ടാണ് ഞാനത് എടുക്കാതെ തവ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ എന്തായാലും പാൻ ഒന്ന് ചൂടാവട്ടെ, വെയിറ്റ് ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ ദോശയൊക്കെ ചെയ്യുമ്പോൾ തവി വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് നമ്മൾ വളരെ നേർപ്പിച്ചിട്ടാണ് ബാറ്റർ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഓരോ തവിയിൽ ഒഴിക്കുന്ന സമയത്ത് നമുക്കിത് മുഴുവനായിട്ടും കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു സ്ഥലത്ത് ഒഴിക്കുന്ന സമയത്ത് കുറച്ച് എമൗണ്ട് മാത്രമേ ബാറ്റർ നമുക്ക് പാനിനകത്തേക്ക് വരുള്ളൂ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നുകിൽ വലിയൊരു പാത്രം, നമ്മൾ ചെറിയ കിണ്ണമൊക്കെ ഉണ്ടാവില്ലേ, അത് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി അധികമുള്ള, ഞാനിപ്പോൾ ഇത് എന്തായാലും ഈ മെഷർമെൻറ്റ് കപ്പാണ് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഇത് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് എടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലും പാത്രം ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ഒഴിക്കാവുന്നതാണ്. അപ്പോൾ ബാറ്റർ നമുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഒഴിച്ചെടുക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഉദ്ദേശം, വേറെ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ തവി വെച്ചിട്ട് തന്നെ ഒഴിക്കാം. പക്ഷേ ഒരു പ്രാവശ്യം ഒഴിക്കുന്ന സമയത്ത് നമ്മളത് അവിടെ സ്റ്റിക്കാവും. രണ്ടാമത്തെ പ്രാവശ്യം ഒഴിക്കുന്ന സമയത്ത് നമുക്ക് മുഴുവനായിട്ടൊന്നും ഈവണായിട്ട് കവർ ചെയ്യാൻ പറ്റില്ല. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ പാൻ ഏതായാലും നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഉള്ളത്. അതേപോലെ ഇത് ഓരോ പ്രാവശ്യം ഒഴിക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ബാറ്റർ മിക്സ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളം മുകളിലുണ്ടാവും, അരി അരച്ചതൊക്കെ താഴെ കിടപ്പുണ്ടാവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ചൂടായ ഇതിനകത്തേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ദോശ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബാറ്റർ ലൂസാക്കുന്ന സമയത്ത് ഉപ്പിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, കാരണം നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടാണ് ബാറ്റർ ലൂസാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് ചെറിയ തീയിൽ ഒന്ന് ശരിയാക്കി എടുക്കാം. പിന്നെ ഒരു കാര്യം, നീർദോശ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഫെർമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഉണ്ടാക്കിയ ഉടനെ തന്നെ നമുക്ക് ഇത് ദോശ ചുട്ടെടുക്കാം. അതായത് പുളിപ്പിക്കാൻ വെക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ തിരിച്ചിടേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് തിരിച്ചിടാൻ പറ്റില്ല. ഇത് വളരെ സോഫ്റ്റാണ് ശരിക്കും. ഇതൊരു ചെറിയൊരു ലെയർ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് തിരിച്ചിടേണ്ട ആവശ്യമില്ല. വെന്ത് കിട്ടിക്കോളൂ. അപ്പോൾ നിങ്ങൾക്ക് അടപ്പുണ്ടെങ്കിൽ മുകളിൽ അടച്ചു വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ മുകൾ ഭാഗവും താഴ്ഭാഗവും പെട്ടെന്ന് മൊത്തത്തിൽ നമുക്ക് ദോശ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അത് കാര്യം ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. എനിക്ക് ഇത്രയും വലിപ്പമുള്ള മൂടി എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാത്തത്. അപ്പോൾ അത് നോക്കിക്ക് നമ്മുടെ ദോശയൊക്കെ സൈഡൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ തവി വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് കൈ കൊണ്ട് ഒന്ന് മടക്കി കൊടുക്കാം. നമ്മുടെ നീർ ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ സോഫ്റ്റാണ്. ഇതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട്. ഇത് നിങ്ങൾക്ക് ദോശ എണ്ണ ഒഴിച്ചിട്ടും ചുട്ടെടുക്കാം, എണ്ണ ഇല്ലാതെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ചത് എണ്ണ ഇല്ലാതെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് ഒരെണ്ണം കൂടെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതേപോലെ മാവൊന്ന് പാനിൽ വെച്ച് കൊടുക്കാം. നമ്മളിതിന് മുകളിലേക്കായിട്ട് എണ്ണ ഒന്ന് തൂവി കൊടുക്കാം. പിന്നെ ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് നമ്മുടെ ദോശയൊക്കെ സൈഡിലൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇതുപോലെ കയ്യിൽ എടുക്കുക. ചൂടായിട്ട് ഇതാ, ഇത് നമുക്ക് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള മാവ് ഉപയോഗിച്ച് നമുക്ക് നീർദോശ ചുട്ടെടുക്കാം. പിന്നെ ഒരു കാര്യം കൂടി, സാധാരണയായിട്ട് ഞാൻ ഇതുപോലെ ലോങ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോസ് ഇടാറില്ല. അപ്പോൾ ഈ വീഡിയോയിൽ എനിക്ക് അങ്ങനെ പറയണമെന്ന് തോന്നി, കാരണം പോയിൻറ്റ്സ് ഒക്കെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ദോശ കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. സോ അറിയാവുന്നവർ ക്ഷമിക്കുക, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ദോശ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നു വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ താഴെ കമൻറ്റിൽ അറിയിക്കുക. പിന്നെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള ഫോട്ടോസ് എനിക്ക് അയച്ചു തരാവുന്നതാണ് കേട്ടോ. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. കൂടാതെ ചാനൽ സതർ മെനു സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക്